അങ്ങനെ അതും അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേപോലെ ഒത്തൊരുമിച്ച് കൂടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വല്ല കല്യാണോ വല്ല പെരുന്നാളോ ഒക്കെ ആവണം. എന്താലേ? അതൊക്കെ ഒരു കാലം. നമ്മളെല്ലാരും പണ്ട് കൂടിയിട്ടൊരു ചോറയ്ക്കലുണ്ട് പട്ടത്തിലിരുന്നിട്ട്. അത് കഴിഞ്ഞിട്ടൊരു കള്ളനും പോലീസും കളിയുണ്ട്. അതൊക്കെ ഒരു രസം തന്നെ എന്നിട്ടാ. ആ ഒരു ഫീലൊന്നും ഇപ്പൊ കിട്ടും നമുക്ക്? അതൊന്നല്ല, കറക്റ്റ് ടൈമിൽ രാത്രി ഒരു കറണ്ട് പോക്കുണ്ട്, ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത രീതിയിൽ. അപ്പൊ നമ്മളെല്ലാരും കൂടി റൂമിൽ കണ്ട് കയറും പ്രേതകഥ പറയാൻ. പ്രേതകഥ എന്ന് പറയുമ്പോൾ നമ്മളെ നാഫിനെ ഓർമ്മ വരുന്നത്. നാഫി ഏതാ പ്രേതകഥ പറിച്ചിട്ടാ? എന്തൊക്കെ ടൈപ്പ് കഥകളായിരുന്നില്ല അന്നൊക്കെ. തെങ്ങിന്റെ മേലെ തലയില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെ നിക്കുക. തെങ്ങിന്റെ മേലെ തലയാത്ത മനുഷ്യൻ നിക്കേ? ചങ്ങായി അത് വല്ല നത്ത് മുടടാൻ കയറിയതാകാം. ഇതൊന്നല്ല, നാഫിയുടെ ഒരു മെയിൻ സാധനം ഉണ്ടായിരുന്നു. യഹൂബാക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പോകുമ്പോ ഒരു ചെങ്ങായി വന്ന് മുണ്ട് ഇങ്ങനെ പൊക്കി. പിന്നെ പ്രേതങ്ങൾക്ക് അതല്ലേ പാടി, വെറുതെ പോഴേക്ക് മുണ്ട് പൊക്കി കാണിച്ചു കൊടുക്കല്. അടാ ചിരിച്ചോ ചിരിച്ചോ. ഇപ്പൊ ഈ നാഫിന്റെ കഥ കേൾക്കുമ്പോഴേ നിങ്ങൾ ചിരിക്കും. പണ്ട് ഈ നാഫി ഈ കഥ പറയുമ്പോഴേ നിങ്ങളൊക്കെ പെടുക്കുമായിരുന്നു, പെടുക്കും. ഇതൊന്നുമല്ല എന്റെ മെയിന്. ഫർദ ഫാത്തിമ. യെസ്, ഫർദ ഫാത്തിമ. ഇപ്പോൾ ഓർമ്മ ഉണ്ടാ? ഈ ഫർദ ഫാത്തിമക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? മരിച്ചുപോയ ആൾക്കാരെ വയസ്സ് ചോദിക്കലടാ നായി. മരിച്ചത് എങ്ങനെയാ നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ? എട്ടും പൊട്ടും തിരിയാത്തൊരു സുന്ദരിയായ കുട്ടിനെ 4-5 യുവാക്കൾ ചേർന്ന് പീഡിപ്പിച്ചിട്ട് അതിന്റെ മൂത്ത് ആസിറ്റ് ഒഴിച്ച് കൊന്ന്. അതിപ്പോൾ ഇവിടൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടെന്ന് ആൾക്കാര് പറയണത്. ഇനിയിപ്പോ നമ്മള് പറഞ്ഞതെങ്ങനെ ഈ ഫർദ ഫാത്തിമ കേക്കുണ്ടാവോ? അതിനതൊന്നും ഇല്ലടാ. ഞാൻ ഒന്ന് മൂത്രയിക്കാൻ പോയപ്പോത്തിന് രണ്ടിന് ഫർദ ഫാത്തിമ തൂക്കിയ.